നമസ്കാരം. ഞാൻ ഡോക്ടർ പി ലക്ഷ്മി അമ്മാൾ, പട്ടം SUT ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റാണ്. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു സാധാരണ ഗർഭകാലത്ത് ഗർഭിണിക്ക് നാം കാണുന്ന ഭയാശങ്കകളെക്കുറിച്ചാണ്. വാസ്തവത്തിൽ ഗർഭം എന്ന് പറയുന്നത് ഒരു സാധാരണ പ്രക്രിയയാണ്. ഈ ലോകമുണ്ടായ കാലം തുടങ്ങി സ്ത്രീയും പുരുഷനും ഉണ്ടായപ്പോൾ മുതൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ് പ്രത്യുൽപാദനവും പ്രസവവുമൊക്കെ. പക്ഷേ നമുക്ക് മനുഷ്യർക്ക് മാത്രം അതിനെപ്പറ്റി ധാരാളം ഭയാശങ്കകൾ ഉള്ളതായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഈ പേടി വരുന്നത്? ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗർഭം എന്ന് പറയുന്നത് ഗർഭിണിയാകുന്ന ആ നിമിഷം മുതൽ തന്നെ വളരെയധികം ശാരീരികമായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നു. ഒരു സാധാരണ ആൾക്ക് ഈ ശാരീരിക വ്യത്യാസം കാണുന്നത് വയറ് വലുതാകുമ്പോൾ തുടങ്ങിയാണ്. പക്ഷേ അങ്ങനെയല്ല. ആദ്യ മാസങ്ങളിൽ തന്നെ 6 ആഴ്ച 8 ആഴ്ച തുടങ്ങി ഹോർമോണുകളുടെ വ്യത്യാസം വരും. ഹൃദയത്തിലും ശ്വാസകോശത്തിലും ശരീരത്തിലെ മറ്റ് സിസ്റ്റങ്ങളിലും ഒക്കെ വ്യത്യാസങ്ങൾ വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ചിലപ്പോൾ ഇത് തന്നെ സ്ത്രീകൾക്ക് താങ്ങാൻ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഹോർമോണൽ വ്യത്യാസങ്ങൾ വരുമ്പോൾ അവരുടെ വൈകാരികമായി കുറച്ച് പ്രയാസങ്ങൾ അവർക്ക് വരുന്നു. ആ വൈകാരികമായ കാര്യങ്ങളുടെ ഒരു പ്രതിഫലനം എന്ന നിലയ്ക്കാണ് പല സ്ത്രീകൾക്കും ഗർഭകാലത്ത് ഈ ആദ്യത്തെ 3 മാസങ്ങളിൽ ഛർദി ധാരാളമായിട്ട് നമ്മൾ കാണുന്നത്. ഛർദിക്കുക എന്ന് പറയുന്നത് ഗർഭത്തിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ്. പക്ഷേ ചിലർക്ക് അത് ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാൻ പറ്റാത്ത വിധം ഛർദിൽ ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അത് ഒരുപാട് വഷളാവുന്നതിന് മുമ്പ് ആശുപത്രിയിൽ കൊണ്ടുവരികയും നമ്മൾ ഡ്രിപ്പ് ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളം ശരീരത്ത് കയറ്റുകയും ആവശ്യത്തിനുള്ള ലവണങ്ങൾ ഉപ്പ് ഒക്കെ അകത്ത് കയറ്റുകയും ചെയ്തു കഴിഞ്ഞാൽ അത് തൽക്കാലത്തേക്ക് അതിനൊരു ശമനം വരും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അധികമായിട്ടുള്ള ഛർദിലും ഒരു സാധാരണ ഗർഭത്തിൽ തന്നെ ചില സ്ത്രീകൾക്ക് കാണും എന്നുള്ളതാണ്. ഈ ഛർദിലിനോടനുബന്ധമായ ശാരീരിക ബുദ്ധിമുട്ടുകളും മാനസിക ബുദ്ധിമുട്ടുകളും തീർച്ചയായും അത് കൂടുതൽ തന്നെയാണ്. പക്ഷേ സ്ത്രീകൾക്ക് ആശ്വസിക്കാവുന്ന ഒരു കാര്യം, ഈ ഛർദിൽ വരുമ്പോൾ അവർ മനസ്സിലാക്കണം അവരുടെ കുഞ്ഞിൻ്റെ ഹോർമോണൽ സ്റ്റേറ്റസ് നോർമലാണ്. കുഞ്ഞ് വളരുന്നതിൻ്റെയും അകത്ത് ജീവനോടിരിക്കുന്നതിൻ്റെയും ഒരു ലക്ഷണമാണ് ഈ ഛർദിൽ എന്നുള്ളതാണ്. അവർക്ക് കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ച് അബോർഷൻ ആകാനുള്ള സാധ്യത തീരെ ഇല്ല തന്നെ. പിന്നെ ഛർദിൽ കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും തൈറോയിഡ് പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ, മുന്തിരിക്കുല ഗർഭമുണ്ടോ, അല്ലെങ്കിൽ ഇരട്ട കുട്ടികളാണോ എന്നൊക്കെ നോക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ ഗർഭകാലം തുടങ്ങുമ്പോൾ തന്നെ അത് ചെയ്യുന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും അത് നേരത്തെ നോക്കിയിരിക്കും. പിന്നെ അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കും ഈ വയറ് വലുതാവുന്നതിൻ്റെ ബുദ്ധിമുട്ടാണ്. വയറ് വലുതാകുമ്പോൾ നമ്മൾ സംഭവിക്കുന്നത് എന്താണ്? മുന്നിലേക്കുള്ള ഭാരം കൂടുന്നു. ഗർഭപാത്രം ഒരു കിലോ വരും. പിന്നെ അതിന് ചുറ്റുമുള്ള വെള്ളം 1 ലിറ്റർ വരും. മറുപിള്ള ഒരു 500 ഗ്രാം വരെ വരും. ഒരു കുഞ്ഞ് പ്രായപൂർത്തിയാവുമ്പോഴത്തേക്കും, അതായത് 9ാം മാസം ആകുമ്പോഴത്തേക്കും 3 കിലോ വരും. ഇത് ഗ്രാജുവലായിട്ട് ആണ് ഗർഭത്തിൻ്റെ ആദ്യകാലങ്ങളിൽ നിന്ന് വ്യത്യാസം വന്നു തുടങ്ങുന്നത്. അപ്പോൾ വയറ്റിനകത്ത് ഭാരം വരുമ്പോഴേക്കും മുൻപിലേക്ക് ഒരു ആക്കം വയ്ക്കുന്നു. അങ്ങനെ വയ്ക്കുമ്പോൾ നമ്മളുടെ പുറകിലത്തെ മസിൽ, അതായത് ബാക്ക് മസിൽ എന്ന് പറയുമല്ലോ, ആ മസിലുകൾ ഈ മുമ്പോട്ടുള്ള ഭാരത്തിനെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും വളരെ ആക്റ്റീവായിട്ടിരിക്കും. എന്നാൽ മാത്രമേ ഒരു സ്ത്രീ വീഴാതെ നോർമലായിട്ട് നടക്കാനും പോകാനും ഒക്കെ പറ്റുകയുള്ളൂ. അപ്പോൾ ബാക്ക് മസിൽ എപ്പോഴും ഇങ്ങനെ ഒരു ആക്ഷനിൽ ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ നടുവേദന വരുന്നത്. ആ നടുവേദന ചില എക്സസൈസ് കൊണ്ടും ഒരു സാധാരണ പോലെ ഒരു വിശ്രമം കൊണ്ടും ഒക്കെ മാറാവുന്നതേ ഉള്ളൂ. പിന്നെ അടുത്ത ആകാംക്ഷ വരുന്നത് പ്രസവത്തെക്കുറിച്ച് ഓർത്തിട്ടാണ്. എനിക്ക് സാധാരണ പ്രസവം സാധ്യമാകുമോ, സിസേറിയനായി പോവുമോ, ഈ വേദന എനിക്ക് താങ്ങാൻ പറ്റുമോ എന്നുള്ള വിഷമങ്ങളൊക്കെ സ്ത്രീകൾക്ക് ഒരുപാട് കാണാറുണ്ട് നമ്മൾ. പ്രസവം കഴിഞ്ഞും എനിക്ക് എൻ്റെ കുഞ്ഞിനെ മുലയൂട്ടാൻ പറ്റുമോ എന്നുള്ളതൊക്കെ. ഇതൊക്കെ നമ്മളുടെ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് തന്നെ ചോദിച്ച് സംശയ നിവാരണം വരുത്തേണ്ടതാണ്. ഒരു സുഖപ്രസവം ആകുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് പ്രസവവേദന തുടങ്ങിയാൽ മാത്രമേ അറിയാൻ പറ്റൂ.
പ്രസവ വേദനയെപ്പറ്റി നമ്മൾ മനപ്രയാസപ്പെടേണ്ട കാര്യമില്ല. കാര്യം ഏറ്റവും കൂടുതൽ വേദന വരുന്നത് ഒരു 45 സെക്കൻഡാണ് വരുന്നത്, 45 അല്ലെങ്കിൽ മാക്സിമം 1 മിനിറ്റ്. ആ 1 മിനിറ്റ് കഴിഞ്ഞാൽ 3 മിനിറ്റ് വേദന ഇല്ലാതിരിക്കുകയും ഗർഭിണിക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. മാത്രമല്ല ആശുപത്രികളിലൊക്കെ വേണ്ടപ്പെട്ടവരെയൊക്കെ കുറച്ച് നേരത്തേക്കെങ്കിലും ഗർഭിണിയുടെ കൂടെ നിർത്തുന്നത് ഇപ്പോൾ പതിവാണ്. മാത്രമല്ല പ്രസവ വേദന തീരെ ഇല്ലാത്ത വിധത്തിൽ പുതിയ ടെക്നോളജി എപ്പിഡ്യൂറൽ അനാൾജീസിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രസവ സംബന്ധമായ ആങ്സൈറ്റികൾ മനസ്സിൽ കൊണ്ട് നടക്കാതെ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് അത്യുത്തമം. ഗൂഗിളിലേക്ക് പോയി മനസ്സിലാക്കുന്നതിനൊരു പ്രശ്നമുണ്ട്. അതായത് ഓരോ ഗർഭിണിക്കും വ്യത്യസ്തമായ രീതികളാണ്. അപ്പോൾ അത് ഓരോന്നും ഗൂഗിളിന് പറഞ്ഞു തരാൻ പറ്റില്ല. അതുകൊണ്ട് ഏറ്റവും നല്ലത് നമ്മുടെ ഡോക്ടറോട് ചോദിക്കുന്നതാണ്. കൂട്ടുകുടുംബത്തിൽ പണ്ട് ഇതൊരു പ്രശ്നമായിരുന്നില്ല. ഇപ്പോൾ അണുകുടുംബം വന്നപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വളരെയധികം വന്നിട്ടുള്ളത്. ആശങ്കാരഹിതമായ ഭയരഹിതമായ ഒരു ഗർഭവും പ്രസവവും എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.